നമ്മളിന്നിവിടെ സൂപ്പർ ടേസ്റ്റിൽ നമ്മളിന്നിവിടെ ചായക്കടി സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കണേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ബ്രെഡ് ഒരു 6 പീസ് ബ്രെഡ് നന്നായിട്ട് മിക്സിയിലിട്ട്, ഉണങ്ങിയ മിക്സിയിൽ നല്ല വെള്ളമൊന്നും ഇല്ലാതെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങയും കൂടെ നന്നായിട്ട് ചിരകി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അല്പം തേങ്ങ കൂടുതലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ തേങ്ങയുടെ ടേസ്റ്റ് ഉള്ളവർ മാത്രം, അല്ലെങ്കിൽ കുറയ്ക്കുക. അപ്പോൾ അതിനാവശ്യമായ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, കറക്റ്റ് മധുരം തന്നെ ആയിരുന്നു. അപ്പം നിങ്ങളും അതേപോലെ ഇടുക. ചെറിയ സ്പൂണിന് 6 സ്പൂണ്. അപ്പം നന്നായിട്ട് ഇതങ്ങോട്ട് മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മുട്ടയിൽ നമ്മൾ ഇത്രയും നന്നായിട്ട് കുഴച്ചെടുക്കണം. വെള്ളം ഒന്നും ഒട്ടും ആരും ചേർക്കരുത്. അപ്പം നമുക്ക് മുട്ട ഇതിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. വാവ്, മുട്ടയുമായി. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരും മറക്കല്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് അടുത്തടുത്ത വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സൊക്കെ തോന്നുള്ളൂ. അപ്പം നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അങ്ങ് കുഴച്ച് അടിപൊളി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കത് അങ്ങോട്ട് ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മൾ നല്ല ലഡുവിൻ്റെ രൂപത്തിൽ നമുക്ക് അത് ഉരുട്ടിയെടുക്കുക. പക്ഷേ ഇത് മുട്ടയൊക്കെ പച്ചയ്ക്ക് കഴിക്കുന്നവർക്ക് വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളതെല്ലാം അങ്ങോട്ട് നന്നായിട്ട് ഉരുട്ടിയൊക്കെ വെച്ചിട്ട് എണ്ണയൊക്കെ അങ്ങോട്ട് ചൂടാക്കി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചായക്കടി റെഡി. വാവ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും. അപ്പം നമുക്ക് നമ്മുടെ പാനടുപ്പേ വെക്കാം. അടിപൊളി. പാനടുപ്പേ വെച്ചിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ചൂടാക്കണം. നല്ലതുപോലെ എണ്ണ ചൂടാക്കണം. നമ്മുടെ ബോൾസൊക്കെ ഇപ്പം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പാൻ നന്നായിട്ട് ചൂടാകുമ്പം അപ്പം എണ്ണയൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. ഇട്ടപ്പോൾ തന്നെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബോൾസൊക്കെ പറക്കണം. ചെറുക കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പൊട്ടാതെ, ഇത് പെട്ടെന്ന് പൊട്ടത്തില്ല. എന്ന് വെച്ചാൽ മുട്ടയല്ലേ ഫില്ലിങ്സ് ഇതിനകത്ത് ചേർത്തേക്കുന്നത്. അപ്പം അതങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോത്തില്ല. അപ്പം നന്നായിട്ട് നമുക്ക് അതങ്ങോട്ട് ഇട്ട് മൂപ്പിച്ചെടുക്കണം. ഒന്ന് വേകണം. ഒരു ചെറിയ സമയം കൊടുത്തോണ്ട് നന്നായിട്ടൊന്ന് വേവിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ മോക്കുള്ള സ്പെഷ്യലാണ്, ചെറിയൊരെണ്ണം. അത് അവൾക്ക് എന്ത് സാധനം ഉണ്ടാക്കിയാലും ചെറുത് വേണം. ചെറുതുണ്ടാക്കിയില്ലെങ്കിൽ അവൾ എൻ്റെ അടുത്ത് വഴക്കിടും. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസും ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സൈഡ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത് ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് കോരിയെടുക്കാം. വാവ്, സൂപ്പർ. നിമിഷ നേരങ്ങൾ കൊണ്ടല്ലേ നമ്മൾ ഈ കടി ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചായക്കടി ഇത് തന്നെ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട്